അർത്ഥപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് ആർത്തവകാല ആരോഗ്യത്തെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ഡോക്ടർ ശ്രുതി EJ, ആയുർവേദ ഗൈനക്കോളജിസ്റ്റ്. ഇപ്പോൾ തന്മയ പരിപാടിയിൽ നമുക്കറിയാം, സ്ത്രീകളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളെ പറ്റിയാണ് നമ്മൾ തന്മയിലൂടെ പങ്കുവെക്കുന്നത്. അത് ആരോഗ്യ സംബന്ധമായ ചർച്ചകളാണ് അധികവും. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ പുതിയൊരു ഭാഗം തുടങ്ങുകയാണ്. ഒരു ആർത്തവചക്രം, മെൻസ്ട്രുവൽ സൈക്കിളിന് എത്രമാത്രം പ്രാധാന്യം ഒരു സ്ത്രീയുടെ ജീവിതത്തിലുണ്ട്, ഏതൊരു അർത്ഥത്തോടെയാണ് ഒരു ആർത്തവചക്രത്തെ ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ പറയുന്നത്. സർക്കിൾ ഓഫ് സ്റ്റോൺസ് എന്നൊരു ബുക്കുണ്ട്. ജൂഡിത്ത് ആൻഡ്വർക്ക് എന്ന ഒരു എഴുത്തുകാരി, ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റ്, പല മേഖലകളിൽ കഴിവുള്ള ഒരു ഫെമിനൈൻ റൈറ്റർ എഴുതിയതാണ് 1989. അപ്പോൾ അതിൽ ഫസ്റ്റ് ആർത്തവത്തെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: ആദ്യ ആർത്തവ ദിവസം അമ്മ നിറയെ പൂക്കളുള്ള ഒരു പൂച്ചെണ്ട് അവൾക്ക് സമ്മാനിക്കുന്നു. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം നൽകുന്നു. അച്ഛനോടൊപ്പം ഒരു തട്ടാൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുകയാണ്. കാത് കുത്തുന്നു. ആദ്യമായിട്ട് കമ്മൽ അവൾ അണിയുന്നു. കൂട്ടുകാരികളോടൊപ്പം അവൾ ഏതൊക്കെ തരത്തിൽ സുന്ദരിയാവാൻ പറ്റുമോ ചുണ്ടു ചുവപ്പിക്കുന്നു, കയ്യിലും കാലിലും വർണ്ണങ്ങൾ പൂശുന്നു. അങ്ങനെ ഏതൊക്കെ തരത്തിലും അവൾ സുന്ദരിയാക്കുന്നു. അതിനുശേഷം അവളുടെ സമപ്രായത്തിലുള്ള ആർത്തവം എത്തിയ പെൺകുട്ടികളെ വലിയ മുതിർന്ന അമ്മമാർ ഒരു വുമൺസ് ലോഡ്ജിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ഒരു ഫെമിനൈൻ വിസ്ഡം, ഒരു വുമൺസ് വിസ്ഡത്തെ പറ്റി അവരെ പഠിപ്പിക്കാൻ. അപ്പോൾ വളരെ മനോഹരമായി ആർത്തവം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു കൺസെപ്റ്റാണ് അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സർക്കിൾ ഓഫ് സ്റ്റോൺസ് എന്ന ബുക്കിൽ ഒരു നഷ്ടപ്പെട്ട ഒരു ഫെമിനൈൻ ലൈഫ് കൾച്ചറിനെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ആ ബുക്കിലൂടെ എഴുത്തുകാരി നടത്തിയിരിക്കുന്നത്. ഒരു മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് പോലെ മനോഹരമായി ജീവിതം എങ്ങനെ ജീവിക്കാം ഒരു സ്ത്രീക്ക് എന്നുള്ളത് പറയുന്ന ഒരുപാട് ബുക്കുകളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ഒരു മുന്നോട്ട് പോക്കിനെ, ഇമോഷൻസിനെ ഒക്കെ വളരെ ഹെൽത്തിയായ രീതിയിലും വളരെ മനോഹരമായി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ധ്യാനം പോലെ, ഒരു ഫ്ലോട്ടിങ്, ഒരു ഒഴുകുന്ന അവസ്ഥയിൽ നമ്മൾ ഒരുപാട് ജീവിതത്തിൻ്റെ നൂലാമാലകളിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചുകൂടെ മാറി സമാധാനപരമായി ജീവിക്കാൻ ഒരുപാട് വഴികൾ ആ ബുക്കിൽ അതിൻ്റെ ഒരു വഴികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആർത്തവത്തെപ്പറ്റി ഞാൻ എടുത്തു പറയാൻ കാരണം, ആർത്തവചക്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചെന്നല്ല, ഒരു പ്രകൃതിയെ സംബന്ധിച്ച് തന്നെ ഒരു അത്ഭുതമാണ്. നമുക്കറിയാലോ, ഒരു 28 ദിവസം കൂടുമ്പം കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്ന, വേറെ എക്സ്റ്റേണലായിട്ട് നമ്മൾ ഒന്നും അതിനുവേണ്ടി ചെയ്യുന്നില്ല ഒരു സ്ത്രീ. അത് കൃത്യമായ പ്രകൃതിയുടെയും ശരീരത്തിൻ്റെയും കണക്കുകൂട്ടൽ കൃത്യമാവുന്നിടത്താണ് ആർത്തവത്താളം ക്രമപ്പെടുന്നത്. അപ്പോൾ ദൈവം തന്ന ഒരു വരമാണ് സ്ത്രീക്ക് ആർത്തവം എന്ന് പറയാം. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ആർത്തവത്തെ കാണുന്നത് ആ ഒരു രീതിയിലല്ല ഒരിക്കലും. അപ്പോൾ ഒരു ആർത്തവ ചക്രത്തോട് അനുബന്ധിച്ച് വരുന്ന ആ ഒരു ഹോർമോണൽ മാറ്റം ആണ് സ്ത്രീകളുടെ സ്വപ്നങ്ങളെയും ഉയർച്ച താഴ്ചകളെയും ഊർജ്ജസ്വലതയെയും എല്ലാം തീരുമാനിക്കുന്നത്. ആർത്തവത്തിൻ്റെ ഓരോ ദിവസവും ഒരു സ്ത്രീയുടെ എനർജി ലെവൽ വ്യത്യാസമായിരിക്കും. അപ്പോൾ എല്ലാ മാസവും നടക്കുന്ന ഒരു റീസൈക്ലിംഗ്, ഒരു റിന്യൂവൽ ആണിൻ്റെ ഒരു സാധ്യതയാണ് എപ്പോഴും മെൻസ്ട്രുവൽ സൈക്കിൾ പറഞ്ഞു വെക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു 7 ദിവസം റെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാം വൃത്തിയാക്കി, അതായത് ഡ്രസ്സ് അലക്കി, കിടന്ന സ്ഥലം അലക്കി, ബെഡ്ഷീറ്റ് അലക്കി, അതായത് ഫുൾ ഒരു ശുചീകരണം, ഒരു വൃത്തിയായി കഴുകി പുതിയൊരു തുടക്കം കുറിക്കാറുണ്ട്. അപ്പോൾ അത് മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ ആ ഒരു റിന്യൂവൽ, ഒരു പുതിയ തുടക്കം ലൈഫിൽ സൃഷ്ടിക്കാനുള്ള സാധ്യത എല്ലാ മാസവും സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ആർത്തവം. ഇന്നത്തെ സ്ത്രീകളുടെ ആരോഗ്യത്തെപ്പറ്റി, രോഗങ്ങളെപ്പറ്റി ഒരു ധാരണ നമുക്കുണ്ട് അല്ലേ? ഒരു സ്കാൻ സെൻറ്ററിൽ പോയാൽ 75% സ്ത്രീകളായിരിക്കാം അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഒരു ലബോറട്ടറിയിൽ പോയാൽ അവിടെയും പകുതിയിലധികം സ്ത്രീകളെ തന്നെയാണ് നമുക്ക് കാണാനാവുക. അപ്പോൾ മെഡിക്കൽ കെയർ ഏറ്റവും കൂടുതൽ ആവശ്യം
ആവശ്യമുള്ള ഒരു വിഭാഗമാണ്. രോഗസാധ്യത ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് സ്ത്രീകളെ നമ്മൾ ഇന്ന് ഒരു കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീക്ക് മെൻസസ്, അതായത് ആർത്തവം എന്നൊരു പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണോ അവളുടെ ബയോകെമിസ്ട്രി ഇത്ര കോംപ്ലിക്കേറ്റഡും ഇത്ര രോഗാതുരവുമായി ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ ആർത്തവം സ്ത്രീക്ക് എങ്ങനെയാണ്, നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായും എല്ലാ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഉള്ളിലേക്ക് കടന്നു വരാം. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, കഴിഞ്ഞ 30-50 വർഷങ്ങളായിട്ടുള്ള മാറ്റങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ആ ഒരു മാറ്റത്തിന് അതേപടി തുടരാനാവില്ല ഒരിക്കലും. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു റെവല്യൂഷണറി ഒരു ചേഞ്ച് ഒരു എല്ലാ തരത്തിലുള്ള ആരോഗ്യ കാര്യത്തിലും പല മേഖലകളിലും ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും കടന്നു വരുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകൾ കൂടുതൽ രോഗം വരാൻ സാധ്യതയുള്ളവരാണെന്നും സ്ത്രീകളുടെ ആരോഗ്യം എവിടേക്കോ വെച്ച് എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നുള്ളതൊക്കെ ധാരണകളെല്ലാം ഇന്നൊരു വഴിത്തിരിവിലാണ്. സ്ത്രീകൾ അവരുടെ ശരീരത്തെ, അവരുടെ സ്ത്രീത്വത്തെ, അവരുടെ ജീവിതത്തെ, അവരുടെ ജീവിതത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളെയും കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യാൻ ഇന്ന് തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വെൽബീയിങ്, പ്ലഷർ, ഏറ്റവും കൂടുതൽ സൗഖ്യത്തോടെ, സുഖത്തോടെ, സന്തോഷത്തോടെയും നമുക്ക് ഒരു സ്ത്രീക്ക് പുരുഷനേക്കാൾ സ്ത്രീക്ക് അതെല്ലാം കണ്ടെത്താനാവും എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്നുണ്ട്. എങ്കിലും ഭൂരിഭാഗം പേരും ആ പഴയ ചിന്തയിലും വിശ്വാസത്തിലും തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ആരോഗ്യത്തെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് രൂപപ്പെടുന്നത്? ഏറ്റവും അവളെ സ്വാധീനിക്കുന്നത് അവൾ ഏത് സമൂഹത്തിൽ ജീവിക്കുന്നു എന്നതാണ്. ആ സമൂഹത്തിൽ നിന്ന് സ്ത്രീക്ക് ലഭിക്കുന്ന സ്ഥാനവും ഓരോ സ്ത്രീയുടെ അനുഭവങ്ങളും അവൾക്ക് ചെറുപ്പകാലം മുതൽ കിട്ടിയ അനുഭവങ്ങളും ഒക്കെയാണ് അവളുടെ ഒരു 30-35 വയസ്സ് വരെയുള്ള ഒരു കൺസെപ്റ്റ് രൂപപ്പെടുത്തുന്നത്. ആ ഒരു വയസ്സ് വരെ അത്തരം സമൂഹം കൊടുക്കുന്ന ഒരു പിക്ചറിൽ നിന്നും മാറി ചിന്തിക്കാൻ അവൾ ഏറെക്കുറെ അശക്തയാണ് എന്ന് തന്നെ പറയാം. പക്ഷെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമൂഹം അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒരു സ്ത്രീക്ക് പുതിയ ചിന്തകൾ കൈവരുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്തു നിന്നും സ്ത്രീ മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു. മറ്റുള്ളവരാൽ നിർവചിക്കപ്പെട്ട ആ സ്ത്രീയല്ല ഞാനെന്നും കുറച്ചുകൂടി സ്വയം കണ്ടെത്താനും സ്വയം ഉള്ളിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാനും തിരിച്ചറിയാനും ഒക്കെ ഒരു സ്ത്രീക്ക് ഒരു സമയത്ത് കഴിവ് ലഭിക്കുന്നുണ്ട്. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഒരു ചേർച്ച തിരിച്ചറിയുക എന്നുള്ളതാണ്. ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഫെമിനൈൻ ലൈഫ് കൾച്ചർ, ഒരു സ്ത്രീയുടെ ജീവിത സംസ്കാരം, ഒരു ഫെമിനൈൻ വിസ്ഡം, ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണം, സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഒരു വിജ്ഞാനം ഒക്കെ അടങ്ങിയിരിക്കുന്നത് ശരീരത്തെപ്പറ്റി, തൻ്റെ ജൈവ പ്രക്രിയകളെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ ആ സ്ത്രീ എന്താണ് എന്നുള്ള ആ തിരിച്ചറിവിന് നമുക്ക് തിരിച്ചറിയാനും അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ സാധാരണയുള്ള ആ പോക്കിന് മാറ്റം വരുത്താനും ഒരു ധൈര്യം സ്ത്രീകൾക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഏറ്റവും അടിസ്ഥാനം നമ്മൾ പറഞ്ഞ പോലെ പഠിക്കുക, നമ്മുടെ ശരീരത്തെപ്പറ്റി, നമ്മുടെ മാനസികാവസ്ഥയെപ്പറ്റി, നമ്മുടെ വിചാരങ്ങളെപ്പറ്റി നമ്മൾ തിരിച്ചറിയുക, അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രമല്ല, അവൾ വളർത്തുന്ന മക്കളുടെ ജീവിതത്തെയും ഈ ഒരു പ്ലാനറ്റിനെ, ഒരു ഹ്യൂമൻ കൈൻഡിൻ്റെ ഒരു ഹീലിങ്ങിനെ, പ്ലാനറ്റിൻ്റെ ഹീലിങ്ങിനെ ഒക്കെ ആ ഒരു സൗഖ്യത്തിലേക്ക് പോകുവാനൊക്കെ ഈ ഒരു തിരിച്ചറിവ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഓരോ സ്ത്രീക്കും അവളുടെ ശരീരവുമായി, അവളുടെ എല്ലാ തരത്തിലുള്ള ജീവിത അവസ്ഥകളുമായി എങ്ങനെ ഒരു സ്നേഹത്തിൽ ഫാൾ ഇൻ ലവ് വിത്ത് യുവർ ഓൺ ബോഡി ആൻഡ് അവേക്കൻ ടു ഇറ്റ്സ് ഡിവൈൻ പ്രോസസ്, അതിൻ്റെ ഒരു ദൈവികമായ ആ പ്രക്രിയയിലേക്ക്, ആ ഒരു വണ്ടർഫുൾ മെക്കാനിസത്തിലേക്ക് എങ്ങനെ നമുക്ക് നോക്കാം, എങ്ങനെ അതിനെ തിരിച്ചറിയാം, ജീവിതത്തെ കുറച്ചുകൂടെ സുന്ദരമായി ഓരോ സ്ത്രീക്കും ജീവിക്കാൻ സാധിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ പറയുക. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ആർത്തവകാല ആരോഗ്യത്തെക്കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്
ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.